അതെ, ഷൂട്ടിങ്ങുകളൊക്കെ നാളെ നടക്കും. എല്ലാ ലൊക്കേഷനുകളിലും ഷൂട്ടിംഗ് നടക്കും. തിയേറ്ററുകളും എല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. സമരം പരിപൂർണമായിട്ട് ഞങ്ങൾ പിൻവലിക്കുക. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞു. ഞങ്ങൾ സൂചനാ സമരം നാളെ ഡിക്ലെയർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലും ചർച്ചകൾ വിവിധ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഫലപ്രദമായ ഒരു ചർച്ചയായിരുന്നു. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നല്ലൊരു ശതമാനം കാര്യങ്ങളും നടത്തി തരാമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായിട്ട് വിനോദ നികുതിയെ സംബന്ധിച്ചാണ്. അതിൽ മൾട്ടിപ്പിൾ ലെയർഡ് ചർച്ചകൾ ആവശ്യമുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിട്ട് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അപ്പം അത് ഇളവ് കുറവ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം നിർദ്ദേശം വെച്ചു. പക്ഷേ ഞങ്ങളുടെ ആവശ്യത്തിൽ തന്നെ ഉന്നയിച്ച് ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഇരട്ട നികുതിയാണ്. അപ്പം അത് സർക്കാർ തലത്തിൽ ചർച്ച ചെയ്തിട്ട് അത് ചെയ്യാമെന്നും മറ്റ് ആവശ്യങ്ങൾ, അതായത് ഏകജാലക സംവിധാനം, തിയേറ്ററിങ്ങിൻ്റെ ലൈസൻസിങ്, അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞവർക്ക് അത് അദ്ദേഹം ഈ യോഗത്തിൽ തന്നെ ഉറപ്പ് തന്നു. അതായത് സിനിമാ മേഖലയിൽ 60 വയസ്സ് കഴിഞ്ഞ് ഒരുപാട് പേർക്ക് സാംസ്കാരിക ക്ഷേമനിധിയിൽ നിന്ന് ഇത് പെൻഷൻ കിട്ടുന്നില്ല. അപ്പോൾ ആ പെൻഷൻ അനുവദിച്ച് തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ചർച്ചയിൽ തന്നെ ചർച്ച പൂർണ്ണമായിട്ടും വിജയമല്ലെങ്കിലും നമ്മളുടെ കാര്യങ്ങൾ ചെയ്തു തരണം. ഞങ്ങൾ പൂർണ്ണമായിട്ട് വിജയമെന്ന് പറഞ്ഞാൽ വിനോദ നികുതി പിൻവലിച്ചു എന്നുള്ളത്. പക്ഷേ പിൻവലിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തലത്തിൽ അടുത്ത ലെവലിലുള്ള സർക്കാർ ചർച്ചകളും വേണം. പിന്നെ ഉപചർച്ചകൾ ഞങ്ങളുമായിട്ട് അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചർച്ച ചെയ്ത് മുമ്പോട്ട് നീക്കി തരാമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതെ, ഷൂട്ടിങ്ങുകളൊക്കെ നാളെ നടക്കും. എല്ലാ ലൊക്കേഷനുകളിലും ഷൂട്ടിംഗ് നടക്കും. തിയേറ്ററുകളും എല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. സമരം പരിപൂർണമായിട്ട് ഞങ്ങൾ പിൻവലിക്കുക. കാര്യം കുറേ കാര്യങ്ങൾ അവർ നടപ്പാക്കി തന്നു കഴിഞ്ഞു. കാര്യം ഇതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന ചർച്ചയുടെ ബാക്കി കാര്യങ്ങൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നീങ്ങുകയും അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ്. കുറേ കാര്യങ്ങൾ കഴിഞ്ഞു. ആ സ്ഥിതിക്ക് ഞങ്ങൾ സമരമായിട്ട് മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സൂചനാ സമരം ഞങ്ങൾ പിൻവലിക്കുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ട ഓപ്പറേറ്റർ ലൈസൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു കോംപ്ലക്സിൽ ഒരു ഓപ്പറേറ്റർ എന്നായിരുന്നു. അത് 100% ചെയ്തു തരാമെന്ന് ഇന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ സബ്സിഡി കൂട്ടിത്തരുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ ഈ ലൈസൻസ് 5 കൊല്ലത്തേക്കാക്കി തരാമെന്ന് പറഞ്ഞു.